ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എൻ്റെ കയ്യിൽ നല്ല പണമുണ്ട്. എനിക്ക് നല്ലൊരു വീടുണ്ട്, വയലുണ്ട്, റബ്ബർ തോട്ടമുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്. ഇതെന്തിനാ ഇവിടെ പറയുന്നത്? അല്ല, മനുഷ്യൻ എന്തെങ്കിലും കള്ളം പറഞ്ഞു വരുന്നത് എന്തെങ്കിലും തട്ടിയെടുക്കാനായിരിക്കുമല്ലോ. എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറയായിരുന്നു. പിന്നെന്തിനാ ഇവിടെ വന്നേ? ഞാൻ പിന്നെയും കഴക്കൂട്ടത്ത് പോയി അന്വേഷിച്ചായിരുന്നു. നിങ്ങളവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പെൺകൊച്ചിൻ്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ? അതെ. അതിനെന്താ? അതിന് 36 വയസ്സുണ്ടെന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? 18 കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ജോലിക്ക് നിർത്തിയിരിക്കുന്ന പെണ്ണിൻ്റെ പ്രായം നാട്ടുകാരെ എല്ലാം അറിയിച്ചു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവളുടെ പ്രായം 48. ഷെടാ, എന്നോട് എന്തിനാ വഴക്കിന് വരുന്നത്? ഞാൻ ആ കൊച്ചിനെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതല്ല. അതിനെ ഒന്ന് കാണണം, അത്രയും മതി. കണ്ടിട്ട് എന്നാത്തിനാ? വെറുതെ ഒരാഗ്രഹം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചിട്ട് വരാം. മതി. മാമച്ചായ, എന്താ? ദേ ആ കിളവൻ വീണ്ടും വന്നിരിക്കുന്നു. ആരെ? രേവതിക്കുട്ടിയെ തിരികെ വന്നില്ലേ? അയാൾ തന്നെ. നമ്മൾ പറഞ്ഞതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ ഇല്ലയെന്ന്. പുള്ളിക്കാരൻ കഴക്കൂട്ടത്ത് പോയി കോൺവെൻറ്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇല്ലെന്ന് പറയാൻ മേലായിരുന്നോ? അയാൾക്കറിയാമുണ്ടെന്ന്. രണ്ടും കൽപ്പിച്ചിട്ടാ രാവിലെ തന്നെ വന്നിരിക്കുന്നത്. ഇന്നലെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ കിടന്ന് വന്നേച്ച് ഇന്ന് വരണമെങ്കിൽ എല്ലാം തീരുമാനിച്ചോണ്ടല്ലേ. മാമച്ച, രേവതിക്കുട്ടി ഇവിടെ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അയാളൊക്കെ ഇപ്പോൾ എവിടുന്ന് വരുന്നു? എത്ര കാലം ആ കുട്ടി അനാഥാലയത്തിൽ നിന്നും? അദ്ദേഹം ആരെയും കണ്ടില്ലല്ലോ. സമ്മതിക്കരുത് മാമച്ചായ, അയാളെ കാണാൻ പോലും സമ്മതിക്കരുത്. സ്വന്തം എന്ന് സ്നേഹിച്ച് വരുമ്പോൾ. രേവതിക്കുട്ടിയുടെ ആരാന്ന് ചോദിച്ചോ? ഇല്ല, ഞാൻ ചോദിച്ചില്ല, അയാൾ പറഞ്ഞുമില്ല. മാമച്ചായൻ പറയണം, ദയവ് ചെയ്ത് അവളെ ചോദിച്ചു വരല്ലെന്ന്. ഇത്രയും കാലം വേണ്ടാത്ത രേവതിക്കുട്ടി ഇപ്പോൾ എന്തിനാ ഞാൻ വിചാരിക്കുന്നത്? വല്ല തട്ടിപ്പിനും പണത്തിനും ആയിരിക്കുമോ? അയാൾക്ക് പണമൊന്നും വേണ്ട. എന്നാൽ ഞാൻ ചെല്ലട്ടെ പോയി. ഗുഡ് മോർണിംഗ്. ഇരിക്ക്. ഞാൻ വന്നത് പറയണ്ട, മനസ്സിലായി. രേവതിക്കുട്ടിയെ കാണണമല്ലേ? അതെ. കാണിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെങ്കിലോ? മനസ്സുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വരെ യാത്ര ചെയ്ത് വന്നത് അതിനാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? രേവതിക്കുട്ടിയെ കണ്ടിട്ട് എന്തിനാ? എനിക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തത് ജർമ്മനിയിൽ നേഴ്സായിരുന്നു. ഒരു വിമാനാപകടത്തിൽപ്പെട്ട് അതും പോയി. രണ്ടാമത്തത് ആർമിയിലായിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ പൊരുതി മരണപ്പെട്ടു. മൂന്നാമത്തെയാൾ ജീവിച്ചിരിപ്പുണ്ട്. അവനൊരു വലിയ മണ്ടത്തരം കാണിച്ചു. ഒരു പ്രണയത്തിൽപ്പെട്ടു. പിന്നീടാണ് അറിഞ്ഞത് അത് നമുക്ക് പറ്റിയ ബന്ധമല്ലെന്ന്. മനസ്സിലായി. തന്തയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. തൂപ്പുകാരിയുടെ മകളാണ്. ഇപ്പോൾ ജാതിയും മതം സാമ്പത്തികം ഒന്നും നോക്കിയിട്ടല്ലല്ലോ പ്രണയിക്കുന്നത്. എന്തായാലും വീട്ടുകാർ എതിർത്തു. അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ താലി കെട്ടി. അതായിരുന്നു അവരുടെ കല്യാണം. അങ്ങനത്തെ കല്യാണത്തിന് ഇപ്പോൾ നിയമസാധ്യതയൊന്നും ഇല്ലല്ലോ. രജിസ്റ്റർ ചെയ്യണ്ടേ? ഒരു ദിവസം അവർ രണ്ടാളും കൂടി വീട്ടിൽ വന്നു. ഞങ്ങൾ വീട്ടിൽ കയറ്റിയില്ല. അവനും അവളും കൂടി അവളുടെ വീട്ടിൽ പോയി താമസിച്ചു. അന്നേരം എല്ലാവരും അവനെ സഹായിച്ചു. പാർട്ടിക്കാരും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ചു. അവന് ജോലി ചെയ്ത് ശീലമില്ല. തള്ള കട്ടായം പറഞ്ഞു, ജോലി ചെയ്യാതെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. എന്നുവെച്ചാൽ അവന് ചെലവിന് കൊടുക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അവനെ ആ തള്ള ഇറക്കി വിട്ടു. ഇവിടുത്തെ രേവതിക്കുട്ടിയായിട്ട് എന്താ ബന്ധം? തീർന്നില്ലല്ലോ കഥ. ആ കുട്ടി പ്രസവിച്ചു. അത് പിന്നെ വലിയ കേസായി. ചിലവിന് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. പോലീസും പാർട്ടിക്കാരും ഇടപെട്ട് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കി. അത് നന്നായി. അവിടെ കഴിഞ്ഞല്ലോ. 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ മകനെ വേറെ കല്യാണം കഴിപ്പിച്ചു. അന്തസ്സിന് യോജിച്ചത് കിട്ടിയോ? നമുക്ക് ചുഴ്ന്നു നോക്കാൻ പറ്റുമോ? ഇല്ല. കുടുംബം നല്ലതാണോ നോക്കി. ഇല്ലെങ്കിൽ സുഖിക്കാൻ വേണ്ടി മാത്രം വന്ന പെണ്ണ്. തീറ്റയും കുഴിയും ഉറക്കവും ടൂറും. ഒരു ജോലിയും ചെയ്യത്തില്ല. വീട്ടിലെ ആഹാരം വേണ്ട, പുറത്തുനിന്ന് എപ്പോഴും. ഹോട്ടലിലെ ആഹാരം മതി. പൈസയുണ്ടല്ലോ. മക്കൾക്കൊക്കെ പൈസയുടെ വിലയറിഞ്ഞ് വളർത്തണം, അല്ലെങ്കിൽ ദൂർത്തടിക്കും. ഒരെണ്ണമല്ലേ ഉള്ളൂ. മകൾ ജർമ്മനിയിൽ നിന്നും അയക്കുന്ന കാശ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. എൻ്റെ ഭാര്യയോട് അവൾക്ക് എന്നും വഴക്കായിരുന്നു. അവളിപ്പോൾ പോയിട്ട് 6 വർഷം. രേവതിക്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. എൻ്റെ മകന് കഴിഞ്ഞ വർഷം തൊട്ട് വയറുവേദന. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസർ കുടലിൽ. ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ കൈയൊഴിഞ്ഞു. മരിക്കാൻ കിടക്കുക. അവനൊരു ആഗ്രഹം പറഞ്ഞു, ആദ്യം സ്നേഹിച്ച പെണ്ണിൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ. അതിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തെന്ന് കേട്ടു. അതിൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരാ അവനോട് പറഞ്ഞത്.
ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയെന്ന്. അവസാനം സ്നേഹനികേതനത്തിലെത്തി. അവിടെ അനാഥാലയം ഇല്ല, പിന്നെ പറയണ്ടല്ലോ. ആൻറ്റി ഇങ്ങോട്ട് വരുമോ? എന്താടി, രേവതിക്കുട്ടിയാണോ? അതെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? എത്ര നേരമായി വർത്തമാനം തുടങ്ങിയിട്ട്? ഒന്ന് നിർത്തണ്ടേ? വലിയ കത്തിയാണോ ആള്? എനിക്ക് പോകണ്ടേ? കുളിക്കണം, മുടി ഉണങ്ങുമോ ദൈവത്തിനറിയാം. അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് പോകുമ്പോൾ അയാൾ കാണുന്നു. അതാണോ രേവതിക്കുട്ടി? അതെ, ഞാൻ തിരികെ ചെന്ന് എന്താ പറയണ്ടേ എൻ്റെ മോനോട്? നിങ്ങൾ ഫോൺ നമ്പറും അഡ്രസ്സും തന്നേക്ക്, എന്ത് വേണമെങ്കിലും തരാം. ഞാൻ പറഞ്ഞോട്ടെ അവനോട്? അവകാശം പറയാനോ വിട്ടുതരണോ പറയാനല്ല, മരിക്കുന്നതിന് മുൻപ് കാണാനാ. ഞാൻ പറഞ്ഞല്ലോ അഡ്രസ്സും ഫോൺ നമ്പറും തന്നേക്ക്, ഞങ്ങൾ വന്നോളും. മതി, അത് മതി. ഞാൻ അവനോട് പറയും അവളെ കൊണ്ടുവരുമെന്ന്. ആയിക്കോട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് അവളെ സ്വന്തം മകളെ ആണെന്ന്. വിട്ടുതരേണ്ടതാണെന്ന് വിചാരിച്ചിട്ടല്ലേ 36 വയസ്സ് എന്ന് പറഞ്ഞത്. വിട്ടുതരികയൊന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി. അവിടെ നിന്നും പോകുന്നു. എല്ലാവരും വിഷമത്തോടെ അയാളെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ടപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഫീലായിരിക്കും.